ഇമോഷണലായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുമ്പം ഒരു നല്ലൊരു സൂപ്പർ ഹീറോ എല്ലാം അങ്ങനെ വെച്ചായിരിക്കും നമ്മൾ ഒരു പടം എടുക്കുന്നത്. പക്ഷെ മോന് മേലാത്തോണ്ട് അപ്പൊ അത് റിസ്ക് എടുക്കാം എന്നൊക്കെ. കാരണം വെച്ചാല് ഇപ്പൊ ഞാന് ഇതിപ്പോ എൻ്റെ 16ാമത്തെ സിനിമയാണ് ഒരു പഴയ ബോംബ് കഥ. ഈ എല്ലാ സിനിമകളിലും അറിയാമല്ലോ, ഏതെങ്കിലും ഒരു പ്രമുഖ താരങ്ങളെ വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത്. എല്ലാ സിനിമകളും ഹ്യൂമർ ബേസ്ഡ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കഥ എൻ്റെ മുമ്പിലേക്ക് വന്നപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു അംഗപരിമിതി ഉള്ളൊരു നായകൻ്റെ ഒരു കഥയാണ് എന്ന് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നോർമലി നമ്മൾ അത്തരത്തിലുള്ള സിനിമകൾ കാണുമ്പോൾ എപ്പോഴും അത്തരത്തിലുള്ള സിനിമകൾ ഒത്തിരി വന്നിട്ടുണ്ടല്ലോ, മലയാളത്തിലാണെങ്കിലും മറ്റു ഭാഷകളിലാണ്. എപ്പോഴും അവരുടെ ഒരു സങ്കടത്തിൻ്റെ കഥയായിരിക്കുള്ളൂ, ശ്രദ്ധിച്ചിട്ടുണ്ടത്. പക്ഷെ ആദ്യമായിട്ടാണ് അത്തരത്തിലൊരാളെ വെച്ചിട്ട് ഒരു ഫുൾ ലെങ്ത് ഒരു ഹ്യൂമർ സിനിമയുടെ കഥ കേൾക്കുന്നത്. അതാണ് എനിക്ക് ഈ പടത്തിലേക്ക് വരാനുള്ള എന്നെ അട്രാക്ട് ചെയ്തൊരു ഘടകം. പിന്നെ ബിബിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ. ബിബിൻ എന്തുകൊണ്ടും ആ ക്യാരക്ടറിന് ആപ്റ്റാണെന്ന് തോന്നി. പിന്നെ ഈ സിനിമ കണ്ടിട്ട് ഇതിന്റെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് ഒത്തിരി ആളുകൾ വിളിച്ചു ചോദിച്ചു, അത് ഗ്രാഫിക്സ് ആണോ, ഇത് അല്ല അങ്ങനെ അഭിനയിച്ചേക്കണേ. ഒത്തിരി പേര്, പിന്നെ കുറെ ആൾക്കാർ വിളിച്ചു പറഞ്ഞു നിങ്ങൾ കളിയാക്കരുത്, ഇത്തരത്തിലുള്ള ആൾക്കാരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു വെച്ചാല് വേറൊന്നല്ല, ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമാവട്ടെ ബിബിൻ. കാരണം ഒരു സാധാരണ ഒരു ഹീറോ ചെയ്യണ ഫൈറ്റും ഡാൻസും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ, സാധാരണ ഹീറോ ഫൈറ്റും ഡാൻസും ഒക്കെ ചെയ്തിട്ട് ഒരു വൈകിട്ട് പോയി കിടന്ന് ഉറങ്ങും. ഇങ്ങനെ തീരുമാനം ഒരാൾ പോണം. കാലിന് നീരാവും, എല്ലാ ദിവസവും കാലിന് നീരാവും. അപ്പൊ അതിന് ഒരാള് ആലുഞ്ഞേട്ടൻ തന്നെ ഇവര് പ്രൊഡ്യൂസേഴ്സ് തന്നെ വെച്ച് തന്നിട്ടുണ്ടായി. അവന്റെ പേര് എനിക്കറിയില്ല, കബാലി എന്നാ വിളിക്കുന്നത്. കബാലി ശരിക്കും പേര് പുള്ളി പൈസ തരുമ്പോഴും തിരുമോ, അതാണ് മനസ്സിലാവുന്നത്. മറ്റു ഡയറക്ടേഴ്സൊക്കെ വരാൻ പഠിക്കൂട്ടോ, പറഞ്ഞു. ഷാഫിക്ക് ഒറ്റയ്ക്ക് നമ്മുടെ കമ്പനിയുടെ പടം ചെയ്യാൻ പറ്റുള്ള ഐഡിയ. ഇത് ആക്ടിങ് പോയിട്ട് ബിബിൻ ശരിക്കും സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് പടം അമർ അക്ബർ അന്തോണിയാണ്, ഞാനും വിഷ്ണുവും കൂടി എഴുതിയ പടം. രണ്ടാമത്തെ പടം കട്ടപ്പൻ ഋത്തിക് റോഷൻ. 2 സിനിമയാണ് ഞാൻ എഴുതിയ സിനിമകൾ. അതിന് മുമ്പ് TV-യിലായിരുന്നു. ഇതിന്റെ സ്ക്രിപ്റ്റ് പുതിയ 2 ആളുകളാണ്, സുനിൽ കർമ്മ, ബിഞ്ചു ജോസഫ് എന്ന് പറഞ്ഞിട്ട് 2 പേരാണ്. ഓക്കെ. ഫസ്റ്റ് ആരുടെ കയ്യിലാണ്? ഷാഫി ചേട്ടൻ്റെ കയ്യിലാണോ കിട്ടിയ ആൻചേട്ടൻ്റെ കയ്യിലാണ്? എൻ്റെ അടുത്ത കഥ പറഞ്ഞേ. അപ്പം ഞാനത് പറഞ്ഞു ഒന്ന് കേൾപ്പിക്കാൻ പറഞ്ഞു ആദ്യം കൊണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 പ്രാവശ്യം റീറൈറ്റ് ചെയ്ത് പുള്ളി പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ഈ ഷാഫിയിലേക്കുള്ള യാത്ര. ബിബിൻ കറക്റ്റ് ചെയ്തോ? അല്ല, ഞങ്ങൾ ഒരുമിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും സജഷൻ ഒക്കെ അങ്ങനെ കറക്ഷൻ നടന്നിരുന്നു. എന്നിട്ടാണ് ഒരു ഏകദേശം രൂപമായിട്ടാണ് സാറിന്റെ അടുത്ത് എത്തിയത്. ഓക്കെ. അപ്പൊ ഞാൻ ശരിക്കും ഷാഫി ചേട്ടൻ്റെ അടുത്ത് ഈ കഥ എത്തുന്നത് ഞാൻ ശരിക്കും ആലോചിച്ചത് എന്താ അറിയോ, പണ്ട് നമ്മുടെ ശങ്കരാടി ചേട്ടന്റെ കയ്യിലായിട്ട് അമ്പിളി ചേട്ടൻ കൊണ്ട് കുറെ കഥകൾ ഇങ്ങനെ ഒരു ബോംബ്, 2ാമത്തെ ബോംബ്, 3ാമത്തെ ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കില്ലേ, അതേമാതിരിയൊക്കെ ആണോ ബിബിൻ അത് പ്രസന്റ് ചെയ്തേ? എങ്ങനെ പ്രസന്റ് ചെയ്തേ ഷാഫി ചേട്ടന്റെ മുന്നില്? സത്യത്തില് ആ പറഞ്ഞ സംഭവം ഈ സിനിമയിലും ഉണ്ടായിരുന്നു. നമ്മളുടെ പടത്തിന്റെ തുടക്കത്തില് ഈ എന്താ അമ്പിളിച്ചേട്ടൻ ക്യാരക്ടർ വന്നിട്ട് നമ്മളാ ബോയിൽ കണ്ട അതേ സീൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഡൗട്ട് വന്നു ഇടയ്ക്ക് വെച്ചിട്ട്. കാരണം അത് അങ്ങനെ പടം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര കോമഡി പടമാണെന്ന് വിചാരിക്കുമോ, അത്രയും പ്രതീക്ഷിച്ച കോമഡി കിട്ടിയില്ലെങ്കിൽ ആളുകൾ ഇനി നിരാശരാകുമെന്ന് വിചാരിച്ചിട്ട് അത് ഒഴിവാക്കിയതാണ്. ഷാഫി ചേട്ടാ, ശരിക്കും ഈ സ്ക്രിപ്റ്റിനകത്ത് എന്തെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റിയില്ലാതെ പോയോ അല്ലെങ്കിൽ കളയേണ്ടതായിട്ട് വരുമോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്? ഇല്ല, അതിപ്പോൾ ഏത് സിനിമയ്ക്കും നമുക്ക് തോന്നും, പടം ഇറങ്ങി ആളുകളുടെ കൂടെ നമ്മളിപ്പോൾ എത്ര തയ്യാറെടുപ്പോടെ ഒരു സിനിമ ചെയ്താലും അത് തിയേറ്ററിലെത്തി ജനങ്ങളുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ നമുക്കറിയില്ല, അപ്പം മനസ്സിലാവും നമുക്ക് ഇതിന് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി വെക്കാമായിരുന്നു. ചില ഷോട്ടൊക്കെ നമ്മൾ നേരത്തെ ഷാർപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സിനിമയ്ക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫുൾ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ സിനിമകളും ഞാനും സ്ക്രിപ്റ്റ് റൈറ്റർ കൂടി ഇരുന്ന് തന്നെ വർക്ക് ചെയ്തിട്ടുള്ള പടങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് വളരെ കുറച്ച് സമയം കിട്ടിയുള്ളൂ. പക്ഷെ ആ ഉള്ള സമയം കൊണ്ടിട്ട് നമ്മൾ ഹ്യൂമറൊക്കെ കയറ്റാൻ പറ്റി. ഷാഫി ചേട്ടനെ പറ്റി പ്രത്യേകം ഞാൻ എല്ലാവർക്കും അറിയുന്ന ഷാഫി ചേട്ടൻ ഒരു ഡയറക്ടറായിട്ടാണ്. ഞാൻ എപ്പോഴും പറയും അതൊരു ഡോക്ടറായിട്ട് തന്നെ ഷാഫി ചേട്ടനെ കാണുന്നത്. കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ വേണമെങ്കിൽ ചിരി വേണം. ആയുസ് ഏറ്റവും കൂടുതൽ ചിരിയിൽ കൂടിയാണ് ഡോക്ടേഴ്സ് കിട്ടുന്നതെന്ന് പറയുന്നത്. ഷാഫി ചേട്ടൻ ചെയ്യുന്ന പടം മുഴുവൻ അങ്ങനെയാണ്. അപ്പം നാട്ടുകാർ മുഴുവൻ അത് കണ്ട് ചിരിച്ച് അവർക്കൊക്കെ ആയുസ് കൂടുതൽ കിട്ടട്ടെ.
ആ ഒരു അനുഗ്രഹം ഭഗവാൻ എപ്പോഴും തരട്ടെ. അതുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ ചെയ്ത പടങ്ങൾ ടി വിയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു കോമഡി ഉള്ളതുകൊണ്ടാണ്. പിന്നെ അതിലെ കഥാപാത്രങ്ങൾ മിക്കതും ട്രോളുകളിലൂടെ ഈ മണവാളൻ, സ്രാങ്ക്, മിസ്റ്റർ പൂഞ്ഞിക്കര, അൽ കവല, ദശമൂലം ദാമു, അതുപോലെ ഒത്തിരി പേര്. അപ്പം അതേപോലെ ഇതിനകത്തുണ്ട് ഒരു ക്യാരക്ടർ ഭവ്യൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊരു അനുഗ്രഹമാണ്, ഭാഗ്യമാണ്. ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. ഓക്കെ, ഷാഫി ചേട്ടാ ശരിക്കും ചോദിക്കുന്നതുകൊണ്ട് തെറ്റായിട്ട് തോന്നല്ലേ, എനിക്ക് അതിൻ്റെ ഒരു സ്റ്റോറിയുടെ ഒരു ഇത് പറയും ബ്രീഫായിട്ട്. അതായത് ഒരു ചെറുപ്പക്കാരൻ ഇതേപോലെ അംഗപരിമിതിയുള്ള ഒരാൾ ഈ പരിമിതികളെ കഴിവുകൾ കൊണ്ട് കീഴടക്കി അയാൾ ഒരു സാധാരണ ഒരാൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുക. ഇപ്പം ആ സിനിമയുടെ തുടക്കത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുക. അപ്പോൾ ഇതേപോലെ വൈകല്യമുള്ളവരുടെ സെക്ഷൻ അവരുമായിട്ട് ഓടാൻ പറയുമ്പോൾ ഈ കുട്ടിയായിരിക്കുമ്പോൾ പോലും തയ്യാറാവാത്ത ഒരാളാണ് ഇയാൾ. എന്നിട്ട് ഈ സാധാരണ ആളുകളോടൊപ്പം ഓടി തോറ്റു പോകുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടെ നിന്ന് വിട്ടുകൊടുക്കാത്തൊരു ക്യാരക്ടറാണ്. അപ്പൊ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു തീരുമാനമുള്ള ഒരാളാണ്, അതിൽ വിജയിക്കുന്ന ഒരാളാണ്. അത് ശരിക്കും ബിബിന്റെ ക്യാരക്ടറും അത് തന്നെയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ബാക്കി ഇങ്ങനെ വരുന്ന കുട്ടികൾ മെന്റലി ഒരുപാട് ഡിപ്രസ്ഡ് ആയി പോകുന്ന ഒരുപാട് പിള്ളേരുണ്ട്. അത് ശരിക്കും അതൊരു പോസിറ്റീവായിട്ട്. കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് പറ്റിയ കുട്ടി, ഈ കുട്ടി എന്തോ ബ്രെയിനോ എന്തൊക്കെയോ ചെറിയ എന്തെങ്കിലുമൊക്കെ പറ്റിയ കിടപ്പാന്ന് തോന്നുന്നു, കാല് വളഞ്ഞിട്ട് കാലിനൊക്കെ പ്രശ്നമുള്ള ആ കുട്ടി സിനിമ കണ്ടിട്ട് ആ കൊച്ചിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ചിരിച്ചു. എന്നിട്ട് ആ കുട്ടിക്ക് ബിബിനെ കാണണമെന്ന് പറഞ്ഞു. അതിന് ബിബിൻ ആ വീട്ടിലൊക്കെ പോയി കുട്ടിയായിട്ടൊക്കെ ഒരുപാട് പേർക്ക് എന്നെ വിളിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടം പോലെ അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം ഇതിൽ തന്നെയുള്ള ലാസ്റ്റ് ഡയലോഗും അതുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഞാൻ നമ്മുടെ നായികയോട് പറയുന്നൊരു ഡയലോഗുണ്ട്. അത് ഈ സിനിമയിൽ ഒരുപാട് പേര് എന്നെ ഈ ഡിസേബിളായ ആളുകൾ വിളിച്ച് പറഞ്ഞ ഡയലോഗാണ്. അതിങ്ങനെയാണ് അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, എനിക്കിന്നവരെ എൻ്റെ കാല് പോയി എന്ന് തോന്നിയിട്ടില്ല, നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ സൈക്കിൾ പോലെയാണ്, എത്ര ചവിട്ട് കിട്ടിയാലും മുന്നോട്ട് തന്നെ പോകണം. ഞാൻ ചോദിച്ചോട്ടെ, ക്യാമറയുടെ മുമ്പിലാണ്, ലൈഫിൽ ഇതേപോലെ ഏതെങ്കിലും ഗേൾസിനോട് പറയണ്ടോ? ഗേൾസിനോട് പറയേണ്ടിയെന്ന് വന്നിട്ടില്ല. പക്ഷേ അല്ല, ഷാഫി ചേട്ടൻ ശരിക്കും ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ അതൊന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരുന്നതാ. സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഡയലോഗ് പഞ്ച് ഡയലോഗ് അടിക്കണൊക്കെ സിനിമയിലല്ലേ. പക്ഷെ നമ്മൾ നമ്മുടെ ലൈഫ് കൊണ്ടിട്ട് നമ്മൾ ക്ലിയർ ആണെന്ന് കാണിച്ചു കൊടുത്താൽ അതുകൊണ്ട് അത് പേടിച്ചിട്ട് ബിബിൻ പോയില്ല. പിന്നെ ഈ ശ്രമം ഒരുപാട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ശ്രമങ്ങളുടെ ഇടയിൽ ഒരു ആക്ടർ ആവാൻ വേണ്ടിയിട്ട് മോന് ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും. അപ്പം ആരോടെങ്കിലും ഇങ്ങനെ സ്ക്രിപ്റ്റ് അല്ലാണ്ട് ചാൻസ് ചോദിച്ചിട്ട് ഷാഫി ചേട്ടന് മുന്നേ പോയിട്ടുണ്ടോ? ഒരു തവണ പോയിട്ടുണ്ട്. അത് ഞാൻ പറയാം. ഒരു ദിവസം ഞാൻ വിഷ്ണു എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പണ്ട്. മായാവിയില് മറ്റേ സലീം കുമാറിനെ വെല്ലുവിളിക്കുന്ന ഒരു പയ്യനുണ്ട്. സലീം കുമാർ ഒന്ന് വെല്ലുവിളിക്കുമ്പോ പോയി തരത്തിൽ പോയി കളിക്കടാന്ന് പറഞ്ഞ അത് വിഷ്ണുവാ. ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും എന്റെ വീട്ടിൽ വന്നു. അപ്പൊ ഞാനടിക്കണം, ഞാൻ എന്തേ വായിരിക്കാൻ പറഞ്ഞു. ഇവരിക്കണല്ലോ എന്തിനാ? ഞാൻ എന്താ വന്നത്? ചുമ്മാ വന്നാ. അപ്പൊ ഞാൻ എന്താ പറയും, ഒന്നുമില്ലാതെ രണ്ടുപേരും ഇറങ്ങിപ്പോയി. ചേച്ചി പേടി മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരാളുടെ അടുത്ത് ചാൻസ് ചോദിക്കാൻ പേടിയാ. ചോദിച്ചു കഴിഞ്ഞിട്ട് അവര് ഇങ്ങനെ ഒരു അടിമുടി ഒരു നോട്ടം വന്നാൽ നമ്മൾ തളർന്ന് ഓടിഞ്ഞു. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ അതുകൊണ്ട് തന്നെ ഞാനൊരു 16 വയസ്സോടെ ഈ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി, സ്കിറ്റ് കോമഡി. എന്നിട്ട് ഞാനിത് കൊണ്ടുപോയി കാണിക്കുന്നത് എൻ്റെ ഒരു സാധനമുണ്ട്, ഒന്ന് വായിച്ചു നോക്കിയിട്ട് നല്ലതാണെങ്കിൽ എനിക്കൊരു വേഷം എന്താ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മുഖം കാണിക്കുന്നത്. ഒരു ക്രൗഡിൽ നിന്ന് കൈയടിക്കണതാണ്, എന്നാലും എനിക്ക് വേഷം കിട്ടിയതാണ്. അപ്പൊ ഇതെന്റെ ഒരു ബലമായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇതെന്റെ ഉപജീവനമായി. കുറെ കഴിഞ്ഞപ്പോ സ്ക്രിപ്റ്റ് തന്നെയായി. ഞാനും ബിബിനെ പരിചയപ്പെടുന്ന അങ്ങനെ തന്നെയാണ്. ഞങ്ങളൊരു ദോഹ ഷോ നടക്കുമ്പോൾ അതിന്റെ സ്കിറ്റ് നമ്മളെന്തെങ്കിലും ഒരു കറക്ഷൻ പറഞ്ഞ ഇവര് 2 മിനിറ്റ് കൊണ്ട് ഇവര് എഴുതി 10 പേജൊക്കെ എഴുതിക്കൊണ്ടിരും. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ കൊള്ളാലോ, ഇത് എഴുതാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു സ്ക്രിപ്റ്റ് എഴുതു എന്ന് പറഞ്ഞു. ഞാൻ നമുക്ക് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞാണ് ഇവരോട്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ഓഫർ കൊടുത്ത. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം ചെയ്യും, അടുത്ത പടം കഥ പറഞ്ഞു. പക്ഷെ ഇതുവരെ എന്റെ അടുത്ത് കഥ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ചെയ്തില്ലെങ്കിൽ ഞാൻ വിടുവോ?